പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി യുദ്ധം തുടരുന്നതിനിടെ കാബൂളിലെ ആശുപത്രിക്ക് നേരെ പാക് സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 400 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 250ഓളം പേർക്ക് പരിക്കേറ്റതായും ആശുപത്രി കെട്ടിടം പൂർണ്ണമായും തകർന്നതായും താലിബാൻ വക്താവ് ഹംദുള്ള ഫിത്രത്ത് വ്യക്തമാക്കുന്നുണ്ട്. കാബൂളിലെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രമായ ഒമർ ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകിട്ട് 9ഓടെയാണ് ആക്രമണമുണ്ടായതെന്ന് ഹംദുള്ള ഫിത്രത്ത് എക്സിൽ കുറിച്ചു. ആക്രമണം നടക്കുമ്പോൾ ഏകദേശം 3000ഓളം അന്തേവാസികൾ ഈ കേന്ദ്രത്തിൽ ചികിത്സയിലുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തകർന്നു വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലെ തീയണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പണിപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം മേഖലയിൽ സൈനിക താവളങ്ങളെയും തീവ്രവാദ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് മാത്രമാണ് ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ വാർത്താവിതരണ മന്ത്രി അത്താഉല്ല തരാർ പ്രതികരിച്ചിട്ടുണ്ട്. കാബൂളിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ആയുധ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളും നശിപ്പിച്ചതായി അത്താഉല്ല തരാർ പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഭീകര സംഘടനകളെ സഹായിക്കാനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് തരാർ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിർത്തിയിൽ ഇരു വിഭാഗവും തമ്മിലുണ്ടായ വെടിവെപ്പിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം. വെടിവെപ്പിൽ 4 അഫ്ഗാനികൾ കൊല്ലപ്പെട്ടിരുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും ഏറെ നാളായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 27 മുതൽ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തുന്നവർക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അഭയം നൽകുന്നു എന്നായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാന ആരോപണം. എന്നാൽ താലിബാൻ ഇത് തള്ളുകയായിരുന്നു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തന്നെ തുടരുകയാണ്.